ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് സാറ്റിൻ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഇത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഈ ലീഫ് ഇത് റിംഗ് നോട്ടാണ്. ഇത് റിംഗ് നോട്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പൂവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. ഇതളുകളുടെ നടുക്ക് യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഗ്രീൻ കളർ റിംഗ് നോട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഇതളിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങുക. പെറ്റൽസിൻ്റെ നടുഭാഗത്തു നിന്ന് തുടങ്ങുക. ഇങ്ങോട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പിട്ട് ഇവിടെ നീഡിൽ കുത്തിയിറക്കുക. അതിനുശേഷം ഇതുപോലെ കുത്തുക. അതിനുശേഷം ഈ ഗ്യാപ്പിൽ കൂടി കുത്തിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നിറയ്ക്കുക. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. വീണ്ടും കുറച്ച് ഗ്യാപ്പിട്ട് നൂല് കുത്തി മുകളിൽ നിന്ന് എടുക്കുക. ഇവിടെ താഴേക്ക് കുത്തിയിറക്കുക. വീണ്ടും താഴേന്ന് എടുത്ത് കുറച്ച് ഗ്യാപ്പിട്ട് വീണ്ടും ഫില്ല് ചെയ്യുക. മുകളിൽ നിന്ന് കുത്തിയെടുത്ത് നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് സാറ്റിൻ സ്റ്റിച്ച്. ഒരു പെറ്റൽ കൂടെ ചെയ്ത് നോക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് പെറ്റലിൻ്റെ മധ്യഭാഗത്തു നിന്ന് കുത്തി താഴേക്ക് ഇറക്കുക. വീണ്ടും ഇവിടെ നിന്ന് കുത്തിയെടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തിയിറക്കുക. വീണ്ടും കുറച്ച് ഗ്യാപ്പിട്ട് കുത്തിയെടുക്കുക. ഇവിടെ കുത്തിയിറക്കുക. ഇത് ആങ്കർ ത്രെഡും കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇത് നമ്മുടെ സാധാരണ നൂല് കൊണ്ട്. ഇത് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഗ്യാപ്പിട്ട് ആദ്യം പോവുക.
അതിനുശേഷം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഈ ആങ്കർ ത്രെഡ് 6 ഇഴ നൂലേ ഉള്ളൂ. നമ്മുടെ സാധാരണ നൂല് 12 എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നടുഭാഗം ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് നടുക്കോട്ട് കുത്തി ഇറക്കുക. ഇതാണ് സാറ്റിൻ ഫ്ലവർ. സാറ്റിൻ സ്റ്റിച്ച് പഠിക്കണമെങ്കിൽ ഇതുപോലെ 2 ലൈൻ ഇടുക. അതിൻ്റെ ഉള്ളിൽ ഒരു പെറ്റൽ പോലെ വരച്ചെടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇടയിലുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഒരു പെറ്റൽസിൻ്റെ ഷേപ്പ് എപ്പോഴും ഇങ്ങനെ റൗണ്ടിലായിരിക്കും, ഇവിടെ ചെറുതായിരിക്കും. അപ്പോൾ ഒന്നിച്ച് ചെയ്താൽ നമുക്ക് ഒരേപോലെ പരന്നു പോകും. അതുകൊണ്ടാണ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതാണ് സാറ്റിൻ സ്റ്റിച്ച്. ഇത് സാറ്റിൻ ഫ്ലവർ. ഇത് സാറ്റിൻ ഫ്ലവർ വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇത് സാറ്റിൻ സ്റ്റിച്ച്. ഇത് സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഫ്ലവറാണ്. ഓക്കെ, താങ്ക് യു.